ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പപ്പ ഇന്ന് പണി കഴിഞ്ഞ് തന്നെ അയലയും മത്തിയൊക്കെ വാങ്ങിച്ചിട്ടു. അപ്പോൾ ഞങ്ങളുടെ അമ്മ പറഞ്ഞു, എന്നാൽ നമുക്ക് ചക്ക വേവിക്കാം, ചക്ക വേവിച്ചതും അയലക്കറിയും കൂടെ കഴിക്കാം. നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മയാണ് മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക. അമ്മ എങ്ങനെ അയല കറി വെക്കുന്നത്, മത്തി വേവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കടുകിട്ടു. കടുക് പൊട്ടി കഴിയുമ്പം അതിൻ്റെ അകത്തോട്ട് ഉലുവ ഇടും. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. സത്യത്തിൽ എനിക്ക് വോയിസ് ഓവർ ചെയ്തൊരു വീഡിയോ ചെയ്യാനേ കോൺഫിഡൻസ് ഇല്ല. എൻ്റെ അനിയത്തിയുടെ ഒരു ഇതിൻ്റെ മോട്ടിവേഷൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നത്. അപ്പം ഉലുവ മൂത്ത് കഴിഞ്ഞുടനെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ അകത്തോട്ടിട്ട് നല്ലതായിട്ട് മൂപ്പിക്കണം. മൂപ്പിച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കരിവേപ്പില ഇട്ട് ആ കരിവേപ്പില ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. നല്ലതായിട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണം. ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും കോരിയിടില്ലെന്ന് ഞാൻ അമ്മ പറയും. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി. അതുപോലെ മുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഇടണം. ഞങ്ങളിവിടെ പൊതുവേ നല്ല എരി കൂട്ടുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ മുളക് പൊടി ഇടും നന്നായിട്ട്. അപ്പം ആ മുളക് പൊടി ഒന്ന് മൂത്തൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ പുളി ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വെച്ചേക്കും, കുടംപുളി. അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. ഇളക്കി നല്ലതായിട്ടൊന്നൊരു തിള വരുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി അതെല്ലാം ഒന്ന് മിക്സ് ആവണം. മിക്സായി കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് പമ്പാറ്റിലെ പോലെ ആക്കരുത്. കുറച്ച് ആവശ്യത്തിന്, ഓരോരുത്തരുടെയൊക്കെ ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിക്കണം. അല്ലാതെ ഒരുപാട് വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ അതങ്ങ് നീണ്ടിപ്പോവും. പിന്നെ വഴിവെള്ളം പോലെ ഒഴുകി കിടക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യരുത്, കുറച്ച് വെള്ളം ഒഴിക്കാവും. അതിന് ശേഷം ഈ അരപ്പെല്ലാം നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന അയല എടുത്തിടണം. ഞാനാണെങ്കിൽ വെളിയിലിടുന്ന വോയിസ് ഓവർ കൊടുക്കുന്നത്. അകത്താണെങ്കിൽ കുഞ്ഞുള്ളതുകൊണ്ട് അവൾ അളിക്കുന്നത് കേൾക്കാം. ഇവിടുത്തെ കാക്കയും പൂച്ചയൊക്കെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ശേഷം ഇതെല്ലാം ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇലയെല്ലാം ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റത്തേക്ക് ഇതൊന്ന് പറ്റാൻ വെക്കണം. മീനെല്ലാം വെന്ത് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തേക്ക്. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേളിലോട്ടൊഴിക്കണം. വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കരിവേപ്പില എടുക്കണം. കുറച്ച് കരിവേപ്പില അതിൻ്റെ മണ്ടയിലോട്ട് വിതറി എടുത്തിട്ട് ഇതങ്ങ് അടച്ച് വെക്കണം. എടുത്ത് ചട്ടിയും താത്ത് വെക്കണം. അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കില്ലേ. ഇനി നമുക്ക് ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചക്ക വയ്ക്കുന്നത് എങ്ങനെയാണ്? ചക്ക വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ആവശ്യത്തിന് ചേർക്കാം. ചക്കയ്ക്കനുസരിച്ച് തേങ്ങ എടുത്ത് വെക്കണം. തേങ്ങ, കാന്താരി, പച്ചമുളക്, കാന്താരി ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കാന്താരി എടുക്കണം. ഞങ്ങളെടുക്കണം കാന്താരി ഇഷ്ടം. കാന്താരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചക്ക വേവിച്ചതിന്. അപ്പോൾ കാന്താരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് കാന്താരിയുടെ വെളുത്തുള്ളി ആവശ്യത്തിന് ഒരു 3-4 ചുള വെളുത്തുള്ളി വേണം. ചക്ക എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച്. ഒത്തിരി വെളുത്തുള്ളി ആയിപ്പോയി കഴിഞ്ഞാൽ വെളുത്തുള്ളി ചുവയ്ക്കും. അതുകൊണ്ട് ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യത്തിനുണ്ട്. ഒരു 3-4. നല്ല വെളുത്തുള്ളി വെച്ചു. അത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ജീരകം ഒരുപാട് ജീരകമായിപ്പോൾ ആവശ്യത്തിനുള്ള ജീരകം എടുക്കണം. അതിങ്ങനെ കുറച്ച് കരിവേപ്പില, 2 തണ്ട് കരിവേപ്പില മതി. കരിവേപ്പില എടുക്കണം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി. ഒരുപാട് മഞ്ഞൾപ്പൊടി ആയിപ്പോയാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾ ചവയ്ക്കാനിടയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നമ്മൾ പ്ലേറ്റിലെടുത്ത് വെക്കണം. ഇത് അതിന് ചക്കയ്ക്കുള്ള അരപ്പിന് വേണ്ടിയാണ്. ഇതെല്ലാം കൂടി ഒരു ജാറിനകത്തിട്ട് നല്ലതായിട്ട് അരഞ്ഞങ്ങ് അവിയൽ പരുവത്തിൽ അരയില്ല. കുറച്ച് അരയാൻ ഒന്ന് ചതച്ചേ എടുക്കാവൂ, ഒരുപാടങ്ങ് അരയില്ല. ആദ്യം ഞങ്ങളുടെ അമ്മ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ വെളുത്തുള്ളി, പച്ചമുളകല്ല കാന്താരി, വെളുത്തുള്ളി, കാന്താരി, ജീരകം
എല്ലാം കൂട്ട് നന്നായിട്ട് അരയ്ക്കും. അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങായും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടും ചതച്ചെടുക്കത്തേ ഉള്ളൂ. അതിന് ശേഷം ചക്ക എടുത്ത് അമ്മയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അരിഞ്ഞിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചേക്കും. അഥവാ ഇല്ലാത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കൊതി തോന്നിയാൽ എടുക്കാമെന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചക്ക നമ്മൾ വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചേക്കും. എന്നിട്ട് അതൊന്ന് അടച്ച് നല്ല ചക്കയൊന്ന് വെന്ത പരുവത്തിൽ ആവി കയറി വരുന്നുണ്ട്. അതിലോട്ട് ഈ അരപ്പിട്ട് നമ്മൾ അടച്ച് വെക്കണം. ഈ അരപ്പിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അരപ്പൊന്ന് വെന്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് അടുപ്പിൽ നിന്ന് എടുത്ത് നമ്മൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചക്കയൊന്ന് കുഴയ്ക്കണം. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കണം. എൻ്റെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ലോങ് വീഡിയോ ഇടുന്നു. ലോങ് വീഡിയോ ഇട്ടൊരു വോയിസ് ഓവർ കൊടുക്കുന്നു. സാധാരണ ഞാൻ ഷോർട്സ് വീഡിയോ എപ്പോഴും ചെയ്യാറ്. കാരണം എനിക്ക് വോയിസ് ഓവർ എടുക്കാനുള്ള മടിയുണ്ട്. എന്തെങ്കിലും തെറ്റിട്ടുണ്ട് സ്വാഭാവികം. ഈ ചക്ക നല്ലതായിട്ട് ഇളക്കിയെടുത്തതിനൊക്കെ ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ കറിയും കൂട്ടി ചൂടോട് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.